അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു രീതിയാണ്, ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സമീപത്ത് വെച്ചുകൊണ്ട്, ആ മയ്യത്തിൻ്റെ സമീപത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉറക്കയും പതുക്കെയുമായും ഒക്കെ പാരായണം ചെയ്യുക. ആ വ്യക്തിയെ മറമാടിക്കഴിഞ്ഞാൽ അയാളുടെ ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുക, അതിന് പ്രത്യേകമായി കൊണ്ട് വസിയത്ത് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു പുതിയ അനാചാരമാണ്. അനാചാരം എന്നതിനെ വിശേഷിപ്പിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിലോ അതുണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. അത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്ഥാപിക്കാനും സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. പിന്നീട് സാധാരണക്കാരായ ആളുകളെ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും പല രീതികളും പയറ്റാറുണ്ട്. അപ്പോൾ അതിലേറ്റവും പുതുതായിക്കൊണ്ട് ഒരു മുസ്ലിയാർ പറയുന്ന ഒരു ഭാഗമുണ്ട്, അത് നിങ്ങളൊന്ന് ആദ്യം കേൾക്കുക. ഇപ്പോൾ കുറച്ച് ആൾക്കാർ മരിച്ചാൽ ഖുർആൻ ഓതാൻ പാടില്ല അല്ലേ? മരിച്ചോട് തോത്തില്ലാത്ത ചില വീട് ഇവിടെ മരിച്ചാൽ തോന്നാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ ഇനി എന്താ ചെയ്യാം? നമ്മളിപ്പോൾ മരണ വാർത്ത കേട്ടു, നമ്മൾ എന്താ ചെയ്യല്? നമ്മൾ ഈ സഭയിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം നമ്മൾ ഇന്ന ആൾ മരണപ്പെട്ടു കഴിഞ്ഞു, അത് കേൾക്കുന്നതോടുകൂടെ നമ്മളൊക്കെ എന്ത് ചെയ്യും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഖുർആനാണോ അല്ലേ? അത് ഖുർആനാണോ അല്ലേ? ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി എല്ലാം പറ്റുമോ? എന്തേ ഖുർആൻ ഓതാൻ പറ്റൂല? നമ്മൾ വിഷയങ്ങൾ പഠിക്കണോ അല്ലേ? ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാ ലില്ലാഹി എന്ന് ചെല്ലാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല. ഇദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ ഒക്കെ രീതി അനുസരിച്ച് കൊണ്ടാണ് ഈ മയ്യത്തിൻ്റെ അടുക്കൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്. അപ്പം അതിന് തെളിവുണ്ട്. എന്താണ്? മുജാഹിദുകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വാർത്ത കേൾക്കുമ്പോൾ പറയുന്നില്ല അത് ഖുർആനല്ലേ? അത് മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ പറ്റില്ല എങ്കിൽ മുജാഹിദീങ്ങൾ മരിച്ചതായിക്കൊണ്ട് വാർത്ത കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ പാടില്ല, അത് ഖുർആൻ പറയാൻ പാടില്ല. അപ്പം മരിച്ചെടുത്ത് ഖുർആൻ ഓതുന്ന മരണവാർത്ത കേട്ടാൽ ഖുർആൻ ഓതുക എന്നുള്ളത് ബിദ്അത്തല്ലേ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ തെളിവ് ഇദ്ദേഹം ഉദ്ധരിക്കുന്നത് തന്നെ കേട്ടാൽ മനസ്സിലാകും ഈ വിഷയത്തിൻ്റെ ദാരിദ്ര്യം എത്രമാത്രം അവരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഇക്കാലം വരേക്കും മുജാഹിദുകളാരും ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണവാർത്ത കേൾക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തിയുടെ മരണവാർത്ത കേട്ട് കഴിഞ്ഞാൽ അന്ന് ഖുർആൻ ഓതാൻ പാടില്ല അല്ലെങ്കിൽ ആ സമയത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം വിഷയം വളരെ വിദഗ്ധമായിക്കൊണ്ട് അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അഹ്ലുസുന്നയിൽപ്പെട്ട ഇമാമിയങ്ങൾ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്? ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മയ്യത്തിൻ്റെ അരികിൽ വെച്ചുകൊണ്ട് ചില പ്രത്യേകമായ സൂറത്തുകൾ പ്രത്യേകമായി കൊണ്ടും അത് പ്രത്യേക ആക്കാതെയും ആ മയ്യത്തിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും എന്നിട്ട് ആ പാരായണത്തിൻ്റെ പ്രതിഫലം മയ്യത്തിനും കൂടി ലഭിക്കണം എന്ന് ഹദിയ ചെയ്യുകയും ചെയ്യുന്ന രീതിയുണ്ട്. അത് ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന പോലെയല്ല. മാത്രമല്ല, നമ്മൾ സാധാരണയായിക്കൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ മരണവാർത്ത കേട്ടാൽ മാത്രമാണോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, ഒരു വിശ്വാസിയുടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ വരെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. അത് മുജാഹിദുകൾ പറയാറുണ്ട്. അപ്പം ഇനി ഒരാൾ ഇവരുടെ വാദപ്രകാരം ഒരാൾ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതാണോ വേണ്ടത്? ഇപ്പോൾ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയെടുത്ത് ആ ചെരുപ്പ് വെച്ചിട്ട് സൂറത്ത് യാസീൻ ഓതാണോ വേണ്ടത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെളിവ് വളരെ ബാലിശമാണ്. മാത്രവുമല്ല, ഇത് തർക്കമില്ലാത്ത വിഷയമാണ്. അവിടെ ആ മരണപ്പെട്ട വ്യക്തിയുടെ വാർത്ത നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആൻ്റെ നിർദ്ദേശമാണ്. അത് അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചത് കൊണ്ടാണ് പറയുന്നത്. അതേ ഒരു മാതൃക മരണപ്പെട്ട വ്യക്തിയുടെ അടുക്കൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് തർക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ്റെ 2 ഭാര്യമാർ മരണപ്പെട്ടിട്ടുണ്ട്. 7 മക്കളിൽ നിന്ന് 6 മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ്റെ സഹാബത്തിൽ ഒരുപാട് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമ്മു സലമ അടക്കമുള്ള ആളുകളെ ജനാസയിൽ നേരിട്ട് പ്രവാചകൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊന്നും വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട വ്യക്തിയായ പ്രവാചകനോ ഈ ആയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെന്ന് ആയത്ത് ഇറക്കപ്പെട്ട പ്രവാചകനോ അങ്ങനെ ചര്യ ചെയ്തതായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല.
അപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മുജാഹിദുകൾ പറയുന്നുണ്ട്, തർക്കമില്ല. അത് മരിച്ചോടത്ത് ഓതാനല്ല, അത് മരിച്ചത് വാർത്ത കേട്ടാൽ മാത്രമല്ല, ഒരു എല്ലാവരും കൂടിയിരിക്കുന്ന സദസ്സിൽ പെട്ടെന്ന് ലേറ്റുപോയി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാറ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറ് പെട്ടെന്ന് ടയർ പഞ്ചറായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത്? ഈ ആയത്ത് തെളിവാക്കിയിട്ട് ആ കാറിന് പഞ്ചറായ കാറിൻ്റെ അടുത്ത് വെച്ച് സൂറത്ത് യാസീൻ ഓതാണോ വേണ്ടത്? അതൊന്നും ഒരു തെളിവല്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ രൂപത്തിലാണ് ഇവരുടെ എല്ലാ തെളിവിൻ്റെയും അവസ്ഥ. സത്യത്തിൽ മുജാഹിദുകൾ ഇവിടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായ തെളിവുള്ള പ്രമാണമുള്ള വിഷയങ്ങളാണ്. ആ പ്രമാണങ്ങളെ കാര്യകാരണ സഹിതം ഗണ്ണിക്കാൻ കഴിയാതെയാകുമ്പോൾ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ കോട്ടിമാറ്റി പുതിയ പുതിയ തെളിവുകളുമായി കൊണ്ട് കടന്നു വരുന്നു. എന്തുകൊണ്ടാണ് ഈ ആയത്ത് മുജാഹിദുകൾ മാത്രം പറയുന്ന വിഷയമല്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അടക്കമുള്ള പണ്ഡിതന്മാർ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സൂറത്തു നജ്മിൻ്റെ വാൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞപ്പോൾ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ, വഖദ് ഇസ്തംബത്ത ശാഫിഈ വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത ശാഫിഈ റഹിമഹുല്ലാഹ് വമൻ ഇത്തബഅഹു അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗത. ഇമാം ഷാഫിഈ ആയത്തിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തെ പിൻപറ്റിയവരും. അതുകൊണ്ടാണ് മുജാഹിദീങ്ങൾ ഇമാം ഷാഫിയുടെ പാത പിൻപറ്റിക്കൊണ്ടാണ് ഇത് പറയുന്നത്. എന്താണ് പറയുന്നത്? അന്നൽ ഖിറാഅത ലാ യസ്ലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗത. ഒരു ഖുർആൻ പാരായണം, ആ ഖുർആൻ പാരായണത്തിൻ്റെ സവാബ്, അതിൻ്റെ പ്രതിഫലം മറ്റുള്ളവർക്ക് ഹദിയ ചെയ്താൽ അത് മരണപ്പെട്ടവരിലേക്ക് എത്തുകയില്ല. എന്തുകൊണ്ട്? ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് അവരുടെ പ്രവർത്തനം, അവരുടെ സമ്പാദ്യത്വപ്പെട്ടതല്ല. അതുകൊണ്ടാണ് വലിഹാദ ലം യന്തുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു. അതുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ ഉമ്മത്തിനെ അത് പഠിപ്പിക്കാതിരുന്നത്, അതിലേക്ക് പ്രേരണ കൊടുക്കാതിരുന്നത്. വല ഹസ്സഹും അലൈഹിം, അവരതിന് പ്രേരിപ്പിക്കാതിരുന്നത്. വല അർഷദഹും ഇലൈഹി, അതിലേക്ക് പ്രവാചകനൊരു മാർഗനിർദ്ദേശം നൽകാതിരുന്നത്. ബിനസ്സിൻ വല ഈമാഇൻ, ഒരു വ്യക്തമായ തെളിവ് കൊണ്ട്, സൂചന കൊണ്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് സൂചന നൽകിയിട്ടില്ല. ഇനിയോ റസൂലുള്ളാഹിൻ്റെ സഹാബത്തോ വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിന സ്വഹാബ, സ്വഹാബത്തിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും അങ്ങനെ ഒരു പ്രവർത്തനം റിപ്പോർട്ട് ചെയ്യുന്നില്ല. റളിയല്ലാഹു അൻഹും വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. ആ മരിച്ചെടുത്ത് ഖുർആൻ ഓതിയിട്ട് ആ ഖുർആൻ ഓതിയതിൻ്റെ കൂലി മയ്യത്തിലേക്ക് ഹദിയ ചെയ്യൽ നന്മയായിരുന്നെങ്കിൽ നമ്മുടെ മുൻഗാമികൾ അതിലേക്ക് മുൻകടക്കുക തന്നെ ചെയ്യുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വബാബുൽ ഖുർബാത്തി യുഖ്തസറു ഫീഹി അലൻ നുസൂസ്. ഇത്തരത്തിൽ അള്ളാഹുലേക്ക് സാമീപ്യം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ അത് നുസൂസ്, വ്യക്തമായ പ്രമാണങ്ങൾ ഉള്ളതിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതാണ്. അത് ഈ മുസ്ലിയാർ നടത്തിയതുപോലെ ഇജ്തിഹാദ് നടത്തിയിട്ട് പുതിയതായിക്കൊണ്ട് കണ്ടെത്തേണ്ട ഒന്നല്ല. വലാ യുതസറഫു ഫീഹി ബി അൻവാഇൽ അഖ്സിയത്തി വൽ ആറായി. ഈ മുസ്ലിയാർ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഖിയാസുകൾ, ആ ഇബാദത്തിൽ അങ്ങനെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് ഇവിടെ പറ്റും, അതല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ, അതൊന്നും ഈ വിഷയത്തിൽ പറയാൻ തന്നെ പാടില്ല. അതൊന്നും ഇവിടേക്ക് വലിച്ചേക്കാൻ പാടില്ല. ഇവിടെ ചില മുസ്ലിയാക്കന്മാർ ചെയ്തതുപോലെ, ഇവിടെ ഈ മുസ്ലിയാരും ചെയ്തതുപോലെ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മരിച്ചെടുത്ത് ഓതാൻ വേണ്ടി തെളിവാക്കുന്നു. ഫഅമ്മ ദുആ വ സദഖ, അതേസമയത്ത് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണോ? പ്രാർത്ഥിക്കാം, അയാൾക്ക് വേണ്ടി സ്വതക്കകൾ കൊടുക്കാം. ഫദാക്ക മുജ്മഉൻ അലാ വസൂലിഹിമ, പക്ഷേ സ്വതക്ക കൊടുക്കുമ്പോൾ ദിവസം നിശ്ചയിക്കാൻ പാടില്ല. 3, 17, 14 ദിവസം നിശ്ചയിക്കാൻ പാടില്ല, എപ്പോഴും കൊടുക്കാം. അതൊക്കെ സവാബ് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താണ്? ഒമൻസൂസു മിനശ്ശാരി അലൈഹിമ, ആ വിഷയത്തിൽ ഷാരിഇൻ്റെ അള്ളാഹുൽ നിന്നും റസൂലിൽ നിന്നും നെസ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നെസ്സ് വന്നതേ പറ്റുകയുള്ളൂ, അല്ലാത്തത് പറ്റുകയില്ല എന്നത് നമ്മളെ പഠിപ്പിച്ചത് ഇമാം ഷാഫിയാണ്. പക്ഷേ ഷാഫി മദ്ഹബ് എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാഫി മദ്ഹബിൽ ഇല്ലാത്തതും ബിദ്അത്തുമാണ് എന്ന് മനസ്സിലാക്കുക. അതിന് പുതിയ പുതിയ തെളിവുകൾ സമൂഹത്തിൽ ആളുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഏത് തെളിവെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അത് തെളിവല്ലെന്ന് ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള വ്യക്തിക്കും മനസ്സിലാവുന്ന രീതിയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.